റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. UK-യിൽ നഴ്സ് എന്ന പദവി ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വരുന്നു. അങ്ങനെയുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ പോലും പറയുന്നത്. ചൊവ്വാഴ്ച ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു സുപ്രധാന നിയമനിർമ്മാണ നിർദ്ദേശം സമർപ്പിക്കപ്പെടും. MP ആയ ഡോൺ ബട്ടർ അവതരിപ്പിക്കുന്ന സ്വകാര്യ ബിൽ നഴ്സ് എന്ന തലക്കെട്ട് സംരക്ഷിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. സ്വകാര്യ ബിൽ നിയമമാകുകയാണെങ്കിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ നഴ്സ് എന്ന തൊഴിൽ നാമത്തിൽ അറിയപ്പെടുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. ആരോഗ്യ സാമൂഹിക പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ നഴ്സ് എന്ന തൊഴിൽ നാമം ഉപയോഗിക്കുന്നതിന് നിയമതടസ്സം നേരിടും. അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണങ്ങൾ UK-യിലെ നഴ്സ് മേഖലയിൽ നടപ്പിൽ വരുത്തുന്നതിനെ കുറിച്ചുള്ള മികച്ച തുടക്കമാണ് ബില്ലിന്റെ അവതരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രൊഫഷണലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നഴ്സ് എന്ന പേര് പരിമിതപ്പെടുത്തുന്നതിലൂടെ രോഗികളുടെ സുരക്ഷയും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുമെന്നാണ് ബില്ലിനെ കുറിച്ച് ഉയർന്നുവന്നിരിക്കുന്ന അഭിപ്രായം. ഡിസ്ചാർജ് ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ടായിട്ടും 18 മാസം ആശുപത്രിയിൽ കിടക്കയിൽ കഴിഞ്ഞതിന് പിന്നാലെ രോഗിയെ കെയർ ഹോമിലേക്ക് പുറത്താക്കി NHS. 2023 ഏപ്രിൽ 14 സെല്ലുലൈറ്റിസ് ചികിത്സയ്ക്കായി 35 വയസ്സുകാരിയായ ജെസിയെ നോർത്താംപ്ടൺ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ ഏപ്രിൽ അവസാനത്തോടെ ഡിസ്ചാർജ് ചെയ്യുവാനുള്ള ആരോഗ്യസ്ഥിതി ആയതായി ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ അതിനുശേഷവും 550 ദിവസം ജെസി ഹോസ്പിറ്റലിൽ തുടരുകയായിരുന്നു. മറ്റു മാർഗങ്ങളില്ലാതിരുന്നതിനാൽ NHS നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ അവൾ ആശുപത്രി കിടക്കയിൽ തുടർന്നു. NHS നടത്തിയ നിയമ നടപടിയുടെ ഫലമായി അറസ്റ്റ് ചെയ്ത ജെസിയെ ഒരു കെയർ ഹോമിലേക്ക് മാറ്റി. ജോലി ചെയ്യുവാൻ കഴിയാത്ത ഇവർ ആനുകൂല്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജെസിക്ക് വൈകാരികമായ അസ്ഥിരമായ വ്യക്തിത്വ വൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. 6 കിടക്കകളുള്ള വാർഡിൽ കഴിഞ്ഞതിന് പിന്നാലെ ഒറ്റപ്പെടലെ അഭിമുഖീകരിച്ച അവരുടെ മാനസികാരോഗ്യം അതിവേഗം വഷളായി. ലണ്ടനിൽ പുതുതായി നിർമ്മിക്കുവാൻ പോകുന്ന ചൈനീസ് എംബസിക്ക് മുൻപിൽ വൻ പ്രതിഷേധവുമായി 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലണ്ടൻ ടവറിന് സമീപമുള്ള റോയൽ മിന്റ് കോർട്ടിന് പുറത്ത് 1000-ലധികം ആളുകൾ ഒത്തുകൂടി. താമസിയാതെ ഈ സൈറ്റ് ചൈനീസ് എംബസിയായി മാറും. 5 ഏക്കർ വരുന്ന ഈ സ്ഥലം ചൈന വാങ്ങിയിരുന്നു. ഇവിടെ യൂറോപ്പിലെ തങ്ങളുടെ ഏറ്റവും വലിയ എംബസി നിർമ്മിക്കുവാനാണ് അവർ പദ്ധതിയിടുന്നത്. 2022 ടവർ ഹാംലെറ്റ്സ് കൗൺസിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നിഷേധിച്ചിരുന്നു. ഇവിടെ എംബസി പണിയുവാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം ഉയരുവാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടായിരുന്നു കൗൺസിൽ നടപടി പ്രതിഷേധിച്ചത്. കൗൺസിൽ തീരുമാനത്തിനെതിരെ ഇടപെടുവാൻ കൺസർവേറ്റീവ് പാർട്ടി വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. 18 വയസ്സിൽ താഴെയുള്ളവർ പണം വെച്ച് ഓൺലൈൻ ഗെയിം കളിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഗെയിം അമിതമായി കളിക്കുന്നത് തടയുന്നതിനായി രാത്രി 12-നും പുലർച്ചെ 5-നും ഇടയിൽ ഇനി ലോഗിൻ ചെയ്യുവാൻ സാധിക്കില്ല. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുടങ്ങുവാൻ എല്ലാവർക്കും KYC നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആധാർ നമ്പർ വെരിഫൈ ചെയ്യുന്നതിനായി മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP നൽകണം. 1 മണിക്കൂറിൽ കൂടുതൽ ഗെയിം കളിച്ചാൽ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം. സന്ദേശം ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകി. പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ദിവസേനയോ ആഴ്ചയിലെയോ മാസത്തിലോ പരിധി വയ്ക്കുമെന്ന് ഗെയിമിംഗ് കമ്പനികൾ സംവിധാനം കൊണ്ടുവരണം. ഓൺലൈൻ ഗെയിമിന് അടിമപ്പെടുന്നത് ദോഷകരമാണെന്ന് താക്കീത് വെബ്സൈറ്റിന്റെ ലോഗിൻ പേജിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. ഊട്ടിയിൽ വീണ്ടും മഞ്ഞുവീഴ്ച. കുതിരപ്പന്തയ മൈതാനം, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, കാന്തൽ, തലൈക്കൂന്ത തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളാണ് മഞ്ഞുവീഴ്ച കൂടുതൽ കാണപ്പെടുന്നത്. പകൽ നല്ല ചൂടും രാത്രിയിൽ തണുപ്പും അതിരാവിലെ അതിശൈത്യവുമാണ്. സാധാരണയായി ഡിസംബർ ആരംഭിച്ച് ജനുവരി അവസാനമാകുമ്പോഴേക്കും മഞ്ഞുവീഴ്ച കുറയാറാണ് പതിവ്. ജനുവരി 3-ന് 0 ഡിഗ്രിയും 4-ന് -1 ഡിഗ്രിയുമായിരുന്നു ഊട്ടിയിലെ താപനില. കഴിഞ്ഞ 4 ദിവസങ്ങളായി വീണ്ടും അതിശൈത്യമാണ്. മഞ്ഞുവീഴ്ചയുടെ കാഠിന്യം വീണ്ടും കൂടി. ശനിയാഴ്ച രാവിലെ തലൈക്കുന്തയിൽ കുറഞ്ഞ താപനില 1 ഡിഗ്രിയിൽ എത്തിയിരുന്നു. സൂര്യാസ്തമയത്തിനു ശേഷം സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നിർദ്ദേശപരമാണെന്നും നിർബന്ധ സ്വഭാവമുള്ളതല്ലെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത നൽകുവാനാണ് നിയന്ത്രണങ്ങൾ. എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ഇവ ലംഘിച്ചു എന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് നിയമവിരുദ്ധമാകില്ല. നടപടിയെടുക്കേണ്ടി വന്ന പ്രത്യേക സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണങ്ങൾ വ്യക്തമാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ട്. അറസ്റ്റുകൾ ആവശ്യമാകുന്ന ഘട്ടങ്ങൾ സംബന്ധിച്ച നിർവചനവും മാർഗനിർദ്ദേശങ്ങളും വ്യക്തമാക്കാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. വനിതയെ രാത്രി അറസ്റ്റ് ചെയ്തെന്ന കേസിൽ ഇൻസ്പെക്ടർ അനിത, ഹെഡ് കോൺസ്റ്റബിൾ കൃഷ്ണവേദി എന്നിവർക്കെതിരെ അച്ചടക്ക നിയമ നടപടി എടുക്കണമെന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിലും ഗംഭീര വിജയവുമായി പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ. ആരാധകർ ഏറെ കാത്തിരുന്ന രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പ്രകടനം കട്ടക്കിലെ ഗ്യാലറിക്ക് വിരുന്നായി. 90 പന്തിൽ 119 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് കളിയിലെ താരം. ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറിയുമായി മുന്നിട്ട് നിന്നു. ഇംഗ്ലണ്ട് ഉയർത്തിയ 305 റൺസിൽ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 44.3 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്കെത്തി. 33 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യയുടെ വിജയം. ആദ്യ മത്സരത്തിൽ 4 വിക്കറ്റ് വിജയം നേടിയ ഇന്ത്യ ഏകദിന പരമ്പര 2-0 സ്വന്തമാക്കി. ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ എന്നിവരും ബാറ്റിംഗിൽ തിളങ്ങി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.93 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio